ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. സുമതി വളവ് വർക്കിംഗ് ഡേയിലും മികച്ച രീതിയിൽ കളക്ഷനുമായി കുതിക്കുകയാണ്. ഇന്ന് ചൊവ്വാഴ്ച നോക്കുമ്പോൾ തിങ്കളാഴ്ച പോലെ തന്നെ മികച്ച രീതിയിലേക്ക് പോകുന്നു. പലരും കമൻസിലൂടെ പറഞ്ഞിരുന്നു തിങ്കളാഴ്ച കഴിയുമ്പോൾ ഈ സിനിമ ഡൗൺ ആകുമെന്ന്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, സുമതി വളവല്ല, സുമതി സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ 4 ദിനങ്ങൾ കൊണ്ട് തന്നെ സിനിമ ആ റേഞ്ച് എന്താണെന്ന് വ്യക്തമാക്കി തന്നതാണ്. 3-ാം ദിനം ഞായറാഴ്ച സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2.5 കോടിക്കടുത്താണ് നേടിയത്. അതായത് വെറും 4 ദിവസം കൊണ്ട് 6 കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ചിത്രം സമീപകാലത്ത് ഇറങ്ങുന്ന സൂപ്പർ താര ചിത്രങ്ങളെക്കാൾ ഉപരി മുകളിലേക്ക് പോകുന്ന ഒരു ചിത്രമായി മാറുന്നു. എന്തായാലും അർജുൻ അശോകൻ്റെ പ്രകടനവും സൈജു കുറുപ്പ്, മാളവിക തുടങ്ങിയവരുടെ പ്രകടനവുമെല്ലാം ആളുകൾ വളരെയധികം ഇഷ്ടപ്പെടുമ്പോൾ വിഷ്ണു ശശിശങ്കറിൻ്റെ തൂവലിൽ അല്ലെങ്കിൽ ചിറകിൽ ഒരു പൊൻതൂവൽ കൂടെ മുളയ്ക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും സിനിമയുടെ പോക്ക് അങ്ങനെയാണ്. തിങ്കളാഴ്ച 941ഓളം ഷോകളിൽ നിന്ന് 50,000-ഓളം ജനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകൾ 78 ലക്ഷം രൂപ, അതായത് 1,10,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ തിങ്കളാഴ്ച ദിനം വർക്കിംഗ് ഡേയിലെയും കളക്ഷൻ ഉണ്ടായിരുന്നത്. ഇന്ന് കോരിച്ചൊരിയുന്ന മഴയത്തും അത്രത്തോളം ഗംഭീര മഴയായിട്ട് പോലും പലയിടത്തും വെള്ളക്കെട്ടായിട്ട് പോലും തിയേറ്ററിലേക്ക് ആളുകൾ യാർത്തിരുമ്പുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നും 40,000-ന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തതായി ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതായത് ഇന്നലത്തേക്കാൾ കൂടുതലായിരിക്കും ഇന്നത്തെ കളക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 906ഓളം ഷോകളിൽ നിന്ന് 15.5% ഒക്യുപ്പൻസിയിൽ 63 ലക്ഷം രൂപയാണ് സിനിമ ഇതിനോടകം തന്നെ നേടിയിരിക്കുന്നത്. ഫൈനലായി സിനിമ 75-77 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തും ട്രാക്കേഴ്സ് മുഖാന്തരമെന്ന്. അതായത് ഇന്നും സിനിമ 1 കോടിക്ക് മുകളിൽ, ആദ്യ 5 ദിനങ്ങളിലും സിനിമ 1 കോടിക്ക് മുകളിലെത്തുമെന്നുള്ളതാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 4 ദിവസത്തെ പുറത്ത് വന്നതനുസരിച്ചിട്ട് 9 കോടിക്ക് മുകളിൽ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. അതായത് സിനിമ 5 ദിനങ്ങൾ പിന്നിടുമ്പോൾ 11 കോടിയിലേക്കെന്നുള്ള പോസ്റ്ററുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ഏറെക്കുറെ സാധൂകരിക്കുന്ന ലെവലിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത് ഉറപ്പാക്കുന്ന ലെവലിൽ തന്നെയാണ് സിനിമയുടെ കളക്ഷനും പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 7 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. അത് വലിയ സന്തോഷകരമായ ഒരു വാർത്ത. വലിയ താമസമില്ലാതെ സിനിമ 10 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും സുമതി വളവ് കണ്ടവർ ഒന്ന് കമൻസിലൂടെ പറയാം. എന്തായാലും വേറെ സിനിമകൾ ഒന്നും തന്നെ ഇതിനോടൊപ്പം തന്നെ മികച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ്. അതേപോലെ തന്നെ ഒരു ഹൊറർ കോമഡി റേഞ്ചിലേക്ക് ആളുകൾ അതിനെ കാണുന്നു. മികച്ച രീതിയിലുള്ള സിനിമ, പ്രത്യേകിച്ച് മിക്സഡ് റിവ്യൂവിലാണ് സിനിമ വന്നതെങ്കിൽ പോലും സിനിമയ്ക്ക് ഇന്ന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ ആളുകളിൽ നിന്ന് തന്നെ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കണ്ടവർ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് സിനിമ കയറുന്നത്. ഹൊറർ സീനും കോമഡി എലിമെൻസും എല്ലാം ചേർന്ന എൻഗേജിങ് ആയിട്ട് പോകുന്ന പടം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുതിയ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സിനിമ ഇന്ന് കണ്ടിറങ്ങിയവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ്സോടെ ഒന്ന് വരാം. ഗ്രേ മീഡിയാസ്.